ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റ് 13,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ബേസ് വേരിയൻറ്റ് അതാണ് നിങ്ങളെ കാണുന്ന സെൽറ്റോസിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്. 13,20,000 രൂപയ്ക്ക് ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനം ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഈ വേരിയൻറ്റിൻ്റെ സെക്കൻഡ് വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസുകൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 13,20,000 രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന സെൽറ്റോസിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ സേഫസ്റ്റ് കാറും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ബേസ് വേരിയൻറ്റും അതാണ് സെൽറ്റോസിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്. ഇപ്പോൾ എക്സ്റ്റീരിയർ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു ബേസ് വേരിയൻ്റ് എന്ന് ആരും പറയില്ല. കാരണം ഈ ഒരു വേരിയൻറ്റ് തൊട്ട് നമുക്കൊരു തേർഡ് വേരിയൻറ്റ് വരെ അല്ലെങ്കിൽ HTX വേരിയൻറ്റ് വരെയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് റൂഫ് റെയിൽസ് മാത്രമാണ്. ഒരു റൂഫ് റെയിൽസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റ് ലുക്കിലേക്ക് ഈ വാഹനം മാറും. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടൈഗർ നോസ് ഗ്രില്ല് കാണാം. അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു HTK ഓപ്ഷനിൽ വരെ സെയിം ഗ്രില്ല് തന്നെയാണ്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് ബേസ് വേരിയൻറ്റോട്ടേ കൊടുത്തിട്ടുണ്ട് 3 സ്ലോട്ടായിട്ട്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നമുക്ക് DRL കാണാം. അതും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻറ്റോട്ടേ വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് നമ്മളുടെ ഫോഗ് ലൈറ്റാണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിലുള്ള സിൽവർ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ട് വരുന്നു. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വേറെ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മറ്റ് വേരിയൻറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് റൂഫ് റെയിൽസ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ വൈപ്പേഴ്സ് നോക്കിയാൽ പോലും നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പർ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വേരിയൻറ്റോട്ട് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് നമുക്ക് ലഭിക്കും. ഇതിനകത്ത് നമ്മളുടെ 205 65 R16 അതാണ് നമ്മളുടെ ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. അത് ബേസ് വേരിയൻറ്റോട്ടേ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അതായത് ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെന്ന് വിചാരിച്ച് ഡോർ ഹാൻഡിൽസ് വേറെ കളറോ മിറേഴ്സിന് വേറെ കളറോ ഒന്നുമല്ല, ഫുൾ ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇപ്പോൾ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാഡിംഗ് ആണ്. നമുക്ക് B പില്ലറും C പില്ലറും എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സിൽവർ ലൈൻ പോകുന്നത് കാണാം. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. വാഹനത്തെക്കുറിച്ച് അറിയുന്നവർ മാത്രം ചിലപ്പോൾ വീൽസ് നോക്കിയിട്ട് അയ്യോ ഇതിന് അലോയ്സ് ഇല്ലല്ലോ എന്നുള്ളൊരു കൺസേൺ പറയാൻ സാധ്യതയുണ്ട്. അലോയ്സ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് മേജറായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്ക് സെക്കൻഡ് വേരിയൻ്റായ ഈ ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നത്. ബാക്കി എല്ലാ ലുക്കും നമുക്ക് മറ്റ് വേരിയൻറ്റുകളുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലൈറ്റും അതിനോട് ടോപ്പിലായിട്ട് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. ബേസ് വേരിയൻറ്റിലും റിവേഴ്സ് ക്യാമറ നമുക്ക് കാണാം. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബാക്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതൊരു 3 ടോൺ കളറാണ്. ഗ്ലോസി ബ്ലാക്ക്, അതിനിടയ്ക്ക് സിൽവർ, പിന്നെ ബ്ലാക്ക് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ബേസ് വേരിയൻറ്റോട്ടേ കാണാം. നമുക്കിവിടെ റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും നമുക്ക് സിൽവർ സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു ഡിസൈൻ കാണാം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 433 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. ബൂട്ട് ലൈറ്റ് ബേസ് വേരിയൻറ്റോട്ട് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ അതും സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ സ്പെയർ വീലായിട്ട് ബേസ് വേരിയൻറ്റിലേ വരുന്നുണ്ട്. മറ്റ് പല മാനുഫാക്ചേഴ്സും സെക്കൻഡ് വേരിയൻറ്റിലും ബേസ് വീലിലൊന്നും സ്പെയർ വീല് കൊടുക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാൻഡ് വിറ്റാരയിൽ സ്പെയർ വീലേ കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും സെൽറ്റോസിൽ സ്പെയർ വീൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്കിപ്പോൾ മറ്റ് വേരിയൻറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ആ സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു സെയിം കളർ ടോൺ തന്നെ കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ഡുവൽ ടോൺ കളറാണ്, ലെതറിഡ് സീറ്റ് കാര്യങ്ങളൊന്നും ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ മാനുവൽ വേരിയൻ്റാണ്, ബേസ് വേരിയൻറ്റ് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡെഡിക്കേറ്റഡ് പെഡൽ കാണാം, ഹിൽ ഡിസൈൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫ്യൂൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ ലിവർ ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. സെഗ്മെൻറ്റിലെ ഫീച്ചർ ലോഡറായിട്ടുള്ള ബേസ് വേരിയൻറ്റ്, അതാണ് നമ്മളുടെ സെൽറ്റോസിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്. കാരണം ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാരും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. ഈ സെയിം ലുക്കാണ് നമുക്കൊരു മിഡ് വേരിയൻറ്റ് വരെ ലഭിക്കുന്നത്. ബേസ് HD ആൻഡ് HD ഓപ്ഷണൽ വേരിയൻറ്റിൽ കളർ ടോൺ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് തന്നെ കൊടുത്തിട്ടില്ല. അത് 3 ടോൺ കളറിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും നമുക്കൊരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഫുള്ളി ഫങ്ഷണലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസ് വേരിയൻറ്റ് തൊട്ടേ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് TPMS കാണാം. മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് നമുക്ക് മാറുന്നത് കാണാം. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ, അതും ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് കിയ, വേറെ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഒരു വാഹനത്തിലും ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ക്രീനും റിവേഴ്സ് ക്യാമറയും ബേസ് വേരിയൻറ്റിൽ കാണാൻ പറ്റില്ല. ഒരു മിഡ് വേരിയൻറ്റ് തൊട്ടിട്ടൊക്കെയാണ് നമുക്ക് ലഭിക്കുക, പക്ഷേ കിയയിൽ അതിനകത്ത് വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻസ്, നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ഒബ്ജക്റ്റ് കാണാനുള്ള ഫീച്ചേഴ്സ് വരെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് പോയി യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാം. നല്ല ക്ലാരിറ്റിയാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറും നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഈ ടച്ച് സ്ക്രീനിൻ്റെ ഫിസിക്കൽ ബട്ടണുകളാണ്. പലരും ഒള്ളി ടച്ച് സ്ക്രീനിലേക്ക് മാറുമ്പോൾ കിയ ടച്ച് സ്ക്രീൻ അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തു. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് കാണാം. നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ലാന്ന് ആരും പറയില്ല, സെയിം ലുക്കിൽ തന്നെയാണ് ഓട്ടോമാറ്റിക് AC നമുക്ക് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 Type C ചാർജിങ് പോർട്ടുകളും ഒരു USB കണക്ട് ചെയ്യാൻ Type C കണക്ട് ചെയ്യാനുള്ള മീഡിയ കൺട്രോൾസിന് വേണ്ടി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ടോപ്പിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ്. നമുക്ക് ലെതർ കവറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് നമ്മുടെ ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് ഇവിടെയും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്. നമുക്ക് അതിനകത്താണ് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കകത്ത് റീഡിംഗ് ലൈറ്റുകൾ കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത HTE ഓപ്ഷണൽ വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റീരിയറിൽ യാതൊരു മാറ്റം വരുന്നില്ല. ആകെ വരുന്നൊരു ഡിഫറൻസ് നമുക്ക് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നില്ല എന്നുള്ളതും ബാക്കിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ്. പിന്നെ സീറ്റ് നമുക്ക് സെക്കൻഡ് വേരിയൻറ്റിൽ ഈ ഒരു പോർഷൻ തൊട്ട് ലെതറിറ്റ് ഫിനിഷും ലഭിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം മാത്രമാണ് വരുന്നത്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ എക്സാക്ട് സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ബേസ് വേരിയൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, അല്ല ഒരു മാനുവലാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻ്റായിട്ട് നമ്മുടെ ബേസ് വേരിയൻറ്റ് മാറുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി ബേസ് വേരിയൻ്റ് എന്ന് തന്നെ പറയാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്രഷ് ഡോ ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സൺ ബ്ലൈൻഡ്സ് വരുന്നില്ല. ബാക്കിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണണം. ഡോർ ഹാൻഡിൽസ് നമുക്ക് സിൽവർ ഫിനിഷിലാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകൾ 2 സീറ്റിൻ്റെയും ബാക്കിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യം വരുന്നില്ല. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള നല്ല അടിപൊളി സീറ്റുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്.
ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാത്ത ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. പാഴ്സൽ ട്രേ മാത്രമാണ് മിസ്സിങ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. സെൽറ്റോസിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ CRNേക്കാളും കുറച്ചും കൂടി റേറ്റിംഗ് കൂടുതൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 31.7 ആണ് ഔട്ട് ഓഫ് 32 അഡൾട്ട് സേഫ്റ്റിക്കും. ചൈൽഡ് സേഫ്റ്റിക്ക് 45 ഔട്ട് ഓഫ് 49 ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് സേഫായിട്ടുള്ള കാറാണ്. നമ്മളുടെ പുതിയ പ്ലാറ്റ്ഫോമാണ് K3 പ്ലാറ്റ്ഫോം. അത് ഇപ്പോൾ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടും. ഗ്ലോബലിൽ നമുക്ക് 5 സ്റ്റാർ കിട്ടുമെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻഡ് കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സെൽറ്റോസിലും വരുന്നുണ്ട്. മറ്റുള്ളതിൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ, 114 HP പവറും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ മാത്രം, ഓട്ടോമാറ്റിക് വരുന്നില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17.7 ആണ്. റിയൽ ലൈഫിൽ ഒരു 14 വരെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഡീസലും അവൈലബിൾ ആണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസലാണ് കൊടുത്തിരിക്കുന്നത്. 115 HP പവറും 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ. ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. മൈലേജാണ് ഹൈലൈറ്റ്, 19.4. റിയൽ ലൈഫിൽ ഒരു 15-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് 17-18 വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ റിവ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെട്രോൾ ബേസ് വേരിയൻറ്റ് 10,99,000 രൂപ എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,29. ഡീസൽ ബേസ് വേരിയൻറ്റ് 12,59 എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,21. അതായത് പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടമുണ്ട്, അത് ഓടി മുതലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം 2 ലക്ഷം രൂപ കൂടുതൽ മുടക്കി ഡീസലിലേക്ക് പോവുക. അതല്ലെങ്കിൽ പെട്രോളായിരിക്കും ബെറ്റർ. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ ഉള്ള വാഹനത്തിലാണ്. വളരെ സൈലൻ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. പ്രത്യേകിച്ച് യാതൊരു നോയ്സും ഇല്ല. ഈ വാഹനത്തിൽ AC-യുടെ ബ്ലോവർ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. സെക്കൻഡ് വേരിയൻ്റ് HT ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ പ്രൈസും കൂടി നോക്കാം. അതിൻ്റെ വീഡിയോ റീസെൻ്റ്ലി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ പെട്രോൾ മാനുവൽ 1460. പെട്രോൾ IMT വരുന്നുണ്ട് 1556. IMT ഒന്നും അതിപ്പോൾ ആരും എടുക്കാറില്ല. പിന്നെ പോകുന്നത് IVT ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കുള്ള ബേസ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻ്റ് HT ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. 1615 വരുന്നത്. ഡീസലാണെങ്കിൽ 1652 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 18,07,000 രൂപയും. അതായത് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 18,07,000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം ഡീസൽ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റായിട്ടുള്ളത് സെൽറ്റോസിലെ ഈ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻജോയിനിക്ക് ഒരു നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.